അതാ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ഭർത്താവിന് പടച്ചവനെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടുവരാതെ വരുമ്പോ ആ 2 കൊല്ലം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങള്, കിടപ്പറയിലെ പിണങ്ങിക്കിടക്കുന്ന പെങ്ങള്, ആ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരെ, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാണ് ഈ പൊന്നുമോള്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചവർത്തികെട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി. 2 പേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്തിങ്ങനെ തലവെച്ച് കിടക്കുകയാ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, തൽഹാ ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ തൽഹാ. എന്തേ ഉമ്മു സുലൈ? ഒരു മനുഷ്യൻ അമാനത്തായ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഒരാൾ അമാനത്തായിട്ടൊരു കാര്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ? ഉമ്മു സുലൈ റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുമ്പോ അബൂ തൽഹ ചോദിക്കുന്നു, ഏ മണ്ടിപ്പെണ്ണേ, ഉമ്മു സുലൈമേ നിനക്കറിയില്ലേ, അമാനത്തായ സാധനം തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണല്ലോ, അത് കൊടുക്കണമല്ലോ, അത് നിർബന്ധമായിട്ട് കൊടുക്കണമല്ലോ. ഉമ്മു സുലൈമിനോട് പറയുമ്പോ അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം കരയുകയാ. ഉമ്മു സുലൈ റളിയല്ലാഹു തആല കരയുകയാണ്. എന്തിനാ കരയുന്നത് ഉമ്മു സുലൈമേ, നീ എന്തിനാ കരയുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ പൊന്നുമോ, അതിനെ അല്ലാഹു തിരിച്ചെടുത്തു തൽഹാ. നമ്മുടെ പൊന്നുമകൻ മരിച്ചുപോയി തൽഹാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങാൻ കഴിയുന്നില്ല, നിലവിളിക്കുകയാണ്. പടച്ചവരെ പിടഞ്ഞു താഴെ വീണു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല. ഏത് പിതാവിനാണ് താങ്ങാൻ പറ്റുക? തന്റെ പൊന്നാര മക്കള് മരണപ്പെട്ടു പോയാ അതിന്റെ വേദന അനുഭവിച്ചവർക്കല്ലേ അറിയൂ, അതിന്റെ പ്രയാസം ആ മാതാപിതാക്കൾക്കല്ലേ അറിയൂ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. ഏറ്റവും കൂടുതൽ വേദന എന്തെന്നറിയോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ, വീടിനകത്ത് കയറി വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയില്ലേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വിഷമമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഇനി അവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂ തൽഹ എന്റെ പൊന്നുമകൻ മരിച്ചത് അവൾ എന്നോട് പറഞ്ഞില്ല നബിയേ, അവൾ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? തൽഹ, അല്ലാഹു ഇതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് നൽകിയില്ലേ തൽഹ? ഏത് ഉമ്മയ്ക്കാ തൽഹ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ? ഏത് പെണ്ണാണ് തന്റെ പൊന്നുമകൻ മരിച്ചാ താങ്ങാൻ കഴിയുന്നത്? ആ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തിയിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടത് പറഞ്ഞിട്ട് അവള് വേദനിപ്പിച്ചില്ലല്ലോ, അവള് നിനക്ക് ഭക്ഷണം തന്നില്ലേ, നിന്നെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചില്ലേ, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു തന്നില്ലേ, അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് തന്നില്ലേ? അബൂ തൽഹ, നീ ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി പറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ അൽഹംദുലില്ലാ പറ തൽഹ.
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അൽഹംദുലില്ലാഹ് പറയുകയാ. തന്റെ മകൻ മരിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ, അല്ലാഹു കൊടുത്ത പ്രതിഫലം കേൾക്കണോ. പ്രവാചകൻ അവിടെ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ, ഇന്നലെ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടല്ലോ. ഈ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു ആൺകുഞ്ഞിനെ തരും ത്വൽഹാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്ത് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം പ്രസവിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. പ്രസവിച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ തന്നെന്ന് വിളിച്ചു പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വിളിക്കുന്നു, ഉമ്മു സുലൈം, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അതാ ഓടിച്ചെന്ന് പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞ്, അല്ലാഹുവേ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞുമായി മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. ഒരു മോൻ പോയപ്പോ അല്ലാഹു രണ്ടാമതൊന്നിനെ തന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് മടിയിൽ വെച്ചു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. അല്ലാഹുവേ, പ്രവാചകൻ തന്നെ വായിക്കകത്ത് അതാ കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മധുരം കൊടുക്കുകയാ. അല്ലാഹുവേ, മുത്തുനബി തന്നെ പേരിട്ട് അബ്ദുല്ലാഹ്. ലോകത്താർക്കാടോ ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്? വേറെ ആർക്കായി ഭാഗ്യം കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബാങ്ക് വിളിച്ചു, ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, അവിടെ അബ്ദുള്ള എന്ന് പേരിട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അൽഹംദുലില്ലാഹ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വളരുകയാണ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച് ഹാഫിളാവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിളായി. അവിടെ നിന്ന് ചെറുപ്പക്കാരനായി. അവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു. അവരുടെ കുടുംബ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മക്കളെ കൊടുത്തു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ആ കുടുംബം മുഴുവനും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ, ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വന്നാൽ ക്ഷമിക്കാ തയ്യാറാകണേ, ശുക്ർ ചെയ്യാ തയ്യാറാകണേ, അൽഹംദുലില്ലാഹ് പറയാ തയ്യാറാകണേ. പടച്ചവനെ, ദുനിയാവിലെ വേദനയാകാ, പ്രയാസമാകാ, കണ്ണുനീരാകാ, നഷ്ടമാകാ, എന്തുമായാലും ആഖിറം നഷ്ടപ്പെടൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാറില്ലാത്ത അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ നന്മതിന്മകൾ എഴുതിയ നന്മതിന്മകൾ എടുത്ത് വെച്ച് തൂക്കുന്ന ത്രാസുണ്ടല്ലോ. അതില് നന്മയുടെ ഭാരം കൂടണോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് പ്രയാസമുണ്ടായ സമയത്ത്, പരീക്ഷണമുണ്ടായ സമയത്ത്, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടായ സമയത്ത് ക്ഷമിക്കാ തയ്യാറായ അതിനു പകരം അല്ലാഹു മീസാൻ നിറച്ചു തരും.
തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമയാ. രണ്ടാമത്തെ കാര്യം എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ, ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 5 കലിമത്തുകൾ: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് മീസാനിനെ നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകുമ്പോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമുണ്ടാകുമ്പോ, അല്ലാഹുവേ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ, ആ പരീക്ഷണം ക്ഷമിക്കാൻ തയ്യാറായ, ആ പരീക്ഷണത്തിന്റെ സമയത്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്താ, അത് മീസാനിൽ അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 1 മണിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസമാ, ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസമാ. അല്ലാഹു എല്ലാ വഴികളും തുറന്നു തന്നിരിക്കുകയാണ്. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. പടച്ചവരെ, ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമയമാ. ഒരു നിമിഷം പോലും പാഴാക്കല്ലേ. റഹ്മത്ത് കഴിഞ്ഞല്ലോ, മഗ്ഫിറത്ത് വിട പറയാ പോകുകയാണ്. പടച്ചവനെ, ബദർ ദിനമൊക്കെ കടന്നു വരികയാ. ഇനി നരകമോചനത്തിന്റെ നാളുകൾ കടന്നു വരികയാ. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് പടച്ച റബ്ബിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് ഭാരമുള്ളതാ, ഭാരം കൂടുന്ന 5ാമത്തെ നന്മ എന്തെന്നറിയോ സഹോദരാ? ജീവിതത്തിലെ രഹസ്യമായ എന്തെങ്കിലും നന്മ ചെയ്തു വെക്കോ. ജീവിതത്തിൽ നിനക്കും അല്ലാഹുവിന് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്ക് സഹോദരാ. അല്ലാഹുവേ, അത് എന്തുമാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, സദഖകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്കാറുകളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമാകട്ടെ, എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നതിൽ കാര്യമില്ല സഹോദരാ. രഹസ്യമായിട്ടൊരു നന്മ നമുക്ക് ചെയ്തു വെക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും ഒരു രഹസ്യമായ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പടച്ചവരെ രക്ഷപ്പെടുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരുമില്ലാത്ത റബ്ബിന്റെ കോടതിയില് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്തു വെക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ദുഹാ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അതാ തസ്തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ. പടച്ചവരെ, എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാതെ നിങ്ങൾ കാത്തുവെക്കൂ. ആ രഹസ്യമായിട്ടുള്ള നന്മ നാളെ മീസാനിൽ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആരും അറിയാത്ത ഒരു രഹസ്യമായ നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരും അറിയാത്ത
ചെയ്യാത്ത രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്നവരാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തില് ഭക്ഷണം കഴിക്കാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നവരാ. 3 മണിക്ക് 3:30 4 മണിക്ക് എഴുന്നേക്കുന്നവരാണല്ലോ. ആ എഴുന്നേക്കുന്ന സമയത്ത് പൊതുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? എന്തായാലും എഴുന്നേക്കുകയല്ലോ, എന്തായാലും എഴുന്നേക്കുകയല്ലോ. ഒരു 2 റക്അത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം വെക്കാനും എഴുന്നേക്കുന്നവളാണല്ലോ. നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ പെങ്ങള്? അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എടാ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ആരും കാണാതെ നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിനക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ നീ വിചാരിച്ചാ നടക്കൂല, നീ വിചാരിച്ചാ നടക്കൂല. അതാർക്കാ കഴിയുന്നതെന്നറിയോ? അതാർക്കാ കഴിയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനൊരടയാളമുണ്ട്, അവനൊരടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കൊരടയാളമുണ്ട്. ആ അടയാളം എന്തെന്നറിയോ? അവര് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ മക്കളെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക. പാതിരാത്രി തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ മാറ്റിക്കിടത്തിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അല്ലാഹുവേ, നിന്നെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഒരു നന്മ നിങ്ങൾ ചെയ്യാ തയ്യാറായാൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, എല്ലാവരും തലതാഴ്ത്തി വെച്ചിരിക്കുകയാ. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 പേരുടെ തല അവിടെ നിന്ന് ഉയർന്നു നിൽക്കുകയാ. ആ 2 പേരിൽ ഒരാൾ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ തലനാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗത്തില് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ
പ്രിയപ്പെട്ടവര്, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയുടെ ഭാരം കൂട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നന്മകൾ അധികരിപ്പിച്ചോ, നന്മകൾ അധികരിപ്പിച്ചോ. രഹസ്യമായിട്ടുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചോ. നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ